ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ന് നമ്മൾ നിങ്ങളൊരു മരപ്പണിക്കാരൻ കലാകാരനെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. ഗോപിച്ചേട്ടാ, നമസ്കാരമുണ്ട്. കുറെ നാളുകളായിട്ട് ഗോപിച്ചേട്ടനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. നമ്മുടെ ഒരുപാട് പേർക്ക് ആഗ്രഹങ്ങളുള്ള ഒരു സംഭവമാണ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തിന്റെ വർക്കായിരുന്നു? പണിയൊന്നും ആയിട്ടില്ല, ഇതിന്റെ ഒന്നും ആയിട്ടില്ല. ഞാനിപ്പോ സീലറൊക്കെ ഈ ഫിഗറിൽ മാത്രമേ അടിച്ചിട്ടുള്ളൂ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൊക്കെ ചെയ്യുമ്പോഴേ അത് അടർന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് ചെയ്തതാ. അപ്പൊ കുറച്ചുകൂടി ഒരു സുഖം കിട്ടും ചെയ്യുമ്പോൾ. ഇത് നമ്മള് ഏത് മരത്തിലാണ്? ഞാനിപ്പോ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് മഹാഗണിയാണ്. മഹാഗണിയിലെ. അപ്പൊ അതിന്റെ സൈസ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ ഒരു പാർട്ടി വന്ന് ചെറുതെന്ന് ഒരെണ്ണം പറഞ്ഞായിരുന്നു. അപ്പൊ ആ പുള്ളിക്ക് അവരുടെ ഭിത്തിയൊക്കെ നല്ല വലിപ്പമുള്ള ഭിത്തിയാണ്. അപ്പൊ വലുത് വേണമെന്ന് പറഞ്ഞാറുണ്ട്. ഞാനപ്പോ അത് കണക്കാക്കിട്ട് ഇതിപ്പോ 7 അടി അടുത്തോളം വരുന്നത്. ഈ മൊത്തം ഔട്ടറോട് കൂടിയിട്ട് 7 അടിയോളം വരുന്നത്. 7 അടിയുള്ളൂ. 7 അടി ഉണ്ട്. മറ്റേ അവിടെ ഇത്തിരി കൊള്ളിട്ടുണ്ട്, ഒരു 3 ഇഞ്ച് കൊള്ളിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് കളയാണെന്നുണ്ടെങ്കിൽ എന്തായാലും 6 അടി 6.5 അടുത്തോളം വരും. അല്ല, ഇത് സാധാരണ നമ്മള് മെഷീനിൽ ചെയ്യണാണോ? എങ്ങനെയാണ് സംഭവം? ഫുള്ളായിട്ടും കൈകൊണ്ട് തന്നെ ചെയ്തേക്കണാണല്ലോ. സാധാരണ ആ ഫോട്ടോയിൽ കാണുന്ന അതേ ഒരു ക്വാളിറ്റി കാണുന്നുണ്ട്. ഇത് ഫിഗർ മൊത്തം തീർന്നല്ലോ കേട്ടോ. കണ്ണൊക്കെ ചെയ്യാനില്ല. അത് ലാസ്റ്റ് ഞാൻ ചെയ്യണുള്ളൂ. മിനിക്ക് എല്ലാം ഒരു ഇതായി കഴിഞ്ഞിട്ട്. ഇപ്പൊ നമ്മൾ ചെയ്ത വർക്കുകൾ വേറെ ഏതെങ്കിലും ചെയ്തിരിക്കുന്നുണ്ടോ? ഒരു ചെറുതിരിപ്പുണ്ട് അവിടെ. ഫിനിഷ് ആയത് ഇത് മാത്രമേ ഉള്ളൂ. ഇത് മരം ഏതാണ്? നമ്മൾ ഇത് മഹാണിയാണ്. ഇത് പോളിഷ് ചെയ്തിട്ടില്ല, സീലർ അടിച്ചു വെച്ചിട്ടുള്ളൂ. പോളിഷ് ലാസ്റ്റ് ആണ് ചെയ്യണത്. കൊണ്ടുപോകുന്ന സമയത്ത്. ഇതിപ്പോ എത്ര വീതിയിൽ ചെയ്തേക്കണേ? ഇതിപ്പോ 1.10 ഉണ്ടാവും. 1.10. ഇതിന്റെ കനം എന്തോരം വരും ചേട്ടാ? 2 ഇഞ്ച്. 1.5 ഇഞ്ച് തീർത്തും പലക മാത്രം 1.5 ഇഞ്ച് തീർത്തുണ്ട്. 1.5 ഇഞ്ച് വീതി. ഒരു 1.5 അടി വരെയായിരിക്കും. അത്ര ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഇത് ചെയ്യണതിന് മുമ്പ് നമുക്ക് ഇത് വരയ്ക്കണോ? എന്താണ് ഇത് ഞാൻ ഇതിന്റെ ഒക്കെ ഇപ്പൊ ആദ്യത്തെ വരി വരയൊന്നും ഇല്ല. കാരണം ഒക്കെ ആ വലിപ്പം അനുസരിച്ച് ഫ്ലെക്സ് അടിച്ചുകൊണ്ടിട്ട് നേരിട്ടാണ് എനിക്ക് പകർത്താലോ. കാർബൺ ഇട്ടിട്ട് പകർത്താൻ പറ്റും. അതാണ് എളുപ്പം. കുറച്ചും കൂടി എളുപ്പമാണ്. മറ്റേതാകുമ്പോൾ നമ്മൾ സ്കെച്ചൊക്കെ എടുക്കണമെങ്കിൽ ഗ്രാഫൊക്കെ ഇട്ട് വരച്ച് കറക്റ്റ് ആയിട്ട് എടുക്കണ്ടേ, ഒരുപാട് സമയം എടുക്കും. ഇതാകുമ്പോ പെട്ടെന്ന് പരിപാടി കഴിയും. ആ ഫ്ലക്സ് അടിക്കുന്ന പൈസയിലേ വരുള്ളൂ. അപ്പൊ ഇതിന്റെ ഒക്കെ തന്നെ ഞാൻ അങ്ങനെ എടുത്തേ, എല്ലാത്തിന്റെ അങ്ങനെ ചെയ്തേക്കണല്ലേ. ഇത് വീടുകളിലേക്കുള്ളവർക്ക് വീട്ടിലേക്കാണല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാല് നമുക്ക് ആൾക്കാരുടെ ഇഷ്ടത്തിന് ചെയ്യണോ? തീർച്ചയായിട്ടും. അപ്പൊ അവര് കൊണ്ടുതന്നെ അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാം. അളവൊക്കെ അവര് പറയണ മരം അവര് പറയണ. ഇവിടെ ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന കംപ്ലീറ്റും മഹാഗണി എന്നുള്ളൂ. മഹാഗണിയിൽ പണിയാൻ സുഖമാണോ? എന്താണ് പണിയാൻ സുഖമുണ്ട് ആണല്ലേ. അതല്ല മെയിൻ ആയിട്ടും. അപ്പൊ അത് കാതലുള്ള ഒറ്റ മരം തന്നെ, ഒറ്റ തടി ജോയിന്റ് ഉണ്ടാവും. പലയൊക്കെ ജോയിന്റ് അടിക്കണല്ലോ, കാരണം ഇത്രയും വീതിയിൽ എന്തായാലും പല കിട്ടില്ല. അപ്പൊ ജോയിന്റ് അടിക്കേണ്ടി വരും എന്തായാലും. ഇതിപ്പോ നമ്മൾ ഈ ഇരിക്കുന്ന പോലെ ജോയിന്റ് അടിച്ച് അത് ഇത്തിരി വലുതാ. ഞാൻ പറ്റാണെന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടേ, ഞാൻ ഈ ഓയിൽ പെയിന്റിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അല്പം പെയിന്റിങ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ അത് ആരെങ്കിലും ആവശ്യക്കാർ പറയാണെന്നുണ്ടെങ്കിൽ അത് ഓയിൽ പെയിന്റ് തന്നെ ചെയ്യാന്ന് വെച്ചിരിക്കാം. കാർവിങ് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഒരു കോട്ട് പെയിന്റ് അടിച്ചു. ഈ ഓയിൽ പെയിന്റും കൂടി ചെയ്യുമ്പോൾ വ്യത്യാസം. ഒരു പരീക്ഷണം കുറെ കാലമായില്ലേ ചെയ്തിട്ട്. വർക്കൊക്കെ ഒരുപാട് കാലമായില്ലേ ചെയ്തിട്ട്, 10 വർഷത്തിൽ കൂടുതലായി ചെയ്തിട്ട്. അപ്പൊ എനിക്കൊരു ഒരാഗ്രഹം, ഒരെണ്ണം അങ്ങനെ ഒരു വർക്ക് ചെയ്താൽ കൊള്ളാൻ ഒരാഗ്രഹം. ഒരു വെറൈറ്റി എപ്പോഴും നമുക്ക് വേണമല്ലോ അല്ലേ. ഇങ്ങനെയുള്ള കലകൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോ നമുക്ക് ഓരോന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക അത് ഫിനിഷ് ചെയ്യുമ്പോൾ അല്ലെ, അത് ചെയ്ത് വെച്ചിട്ട് ആരെങ്കിലും ആവശ്യക്കാർ പറയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അല്ല, എന്തായാലും ഇപ്പൊ നമ്മളൊക്കെ ഒരു പുതിയൊരു വീടൊക്കെ പണിയുമ്പോൾ ആൾക്കാർക്ക് ഒരു വലിയൊരു ആഗ്രഹങ്ങളാണ്. ഇങ്ങനെ ഒരു സാധാരണ നമ്മളിപ്പോ ഫോട്ടോസൊക്കെ ഒരുപാട് മേടിക്കാൻ കിട്ടുമെങ്കിലും നമുക്ക് പണിതെടുക്കുന്ന ഒരു സാധനം നമ്മുടെ വീട്ടിൽ വയ്ക്കുമ്പോ, ഇപ്പൊ പുതിയ വീടുകൾക്കൊക്കെ ആൾക്കാർ ഈ സൈസൊക്കെ ആണ് സാധനം ഉദ്ദേശിക്കുന്നത്. ഒരു പ്രത്യേക ഒരു ഇതുണ്ടല്ലോ. ചേട്ടാ, നമുക്ക് ഈ ഫ്രെയിമിലല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇപ്പൊ ആൾക്കാർ ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമായിട്ട് ഈ ഔട്ടർ കട്ട് ചെയ്ത് ഇതേപോലെ ഭിത്തിയിൽ തൂക്കി ഇടാവുന്ന രീതിയിൽ ലൈറ്റ് ബാക്കിൽ നിന്ന് നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഒരു ഒറിജിനാലിറ്റി കിട്ടുമല്ലോ. അതെ. ഈ ഫിഗർ അപ്പൊ ഇത്രയും വലിപ്പത്തിൽ ചെയ്താൽ അതിനൊരു ഭംഗിയുള്ളൂ. പിന്നെ ഞാനിപ്പോ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിനകത്തേക്ക് ഈ പലകയിലേക്ക് ഇവിടെ ഇറക്കി വെക്കാൻ കണക്കാക്കിയാണ്. ഫ്രെയിമിലേക്ക് ഇങ്ങനെയും ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഇത് വളരെ സൗകര്യമാണ്. ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ്. മൊത്തം ഫ്രെയിം വേണ്ടല്ലോ. ഇപ്പൊ ഈ ഫ്രെയിമും നമ്മുടെ മഹാഗണി തന്നെയാണ് അല്ലേ? എല്ലാം ഫ്രെയിം മഹാഗണി, ഫുൾ മഹാഗണിയാണ്. അതിങ്ങനെ വരുന്നത്
ഇങ്ങനെ വരും. ഇവിടെ നടു ഒത്തിരി ഗ്യാപ്പ് ഉണ്ടാവും കേട്ടോ. ആണല്ലേ? നടു ഒത്തിരി ഗ്യാപ്പ് ഉണ്ടാവും, കാരണം വല്ല ലൈറ്റ് ഒക്കെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ. അല്ലേ? അതെ അതെ. വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഇതിപ്പോ നിലവില് നമുക്ക് ഫിനിഷ് ആവാത്ത ഒരു വർക്കാണ്, പക്ഷെ എങ്കിലും നമുക്ക് ആ ഒരു ഫിനിഷ് ചെയ്ത മാതിരി തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇനിയിപ്പോ ഇതുമ്മ ചെയ്യാനുള്ള ഫിഗർ ഒക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇതിന്റെ കൈ ഇവിടെ കട്ട്ല ഇങ്ങനെയുള്ള സാധനമൊക്കെ ചെയ്യാനുണ്ട്. ഗോപി ചേട്ടാ, നമ്മൾ സാധാരണ മരപ്പണിയില് ഇങ്ങനെയൊന്നും ആരും ചെയ്ത് കാണാറില്ല സാധാരണ. അപ്പൊ എന്തെങ്കിലും ഒരു കല ഉള്ളിൽ ഉണ്ടാവണമല്ലോ, എന്നാലാണ് നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിക്ക് മുമ്പ് നമുക്ക് എന്തെങ്കിലും ഇതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇത്? നമുക്ക് വരയിലോ എന്തെങ്കിലും? ഞാൻ ചെറുപ്പത്തില് കുറച്ചു കാലം ഡ്രോയിങ്ങിന്റെ ഇതിനൊക്കെ പോയിരുന്നു. ഞാൻ കുറച്ചു നാള് ഓയിൽ പെയിന്റിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. അതിപ്പോ 10-30 വർഷമായി നിർത്തിയിട്ട്. കാരണം പിന്നെ അതിനകത്ത് പോർട്രേറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. 400ഓളം പോർട്രേറ്റുകൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് മരപ്പണിക്ക് ഇറങ്ങേണ്ടി വന്നു. പിന്നെ പക്ഷെ നമുക്ക് ഇപ്പൊ ഇത് ചെയ്തെടുക്കുമ്പോ നമുക്ക് ഒരുപാട് ക്ഷമ വേണമല്ലോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സാധാരണ മരപ്പണി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാം, അതിന്റെ പൈസയും കിട്ടും നമുക്ക്. പക്ഷെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്തെടുക്കണമെങ്കിൽ ഗോപി ചേട്ടാ, ഈ സാധനം എന്താണ് സംഭവം? ഇതിന്റെ പേര് ഗീതോപദേശം എന്ന് പറയും. അതെനിക്ക് മറ്റേ ഈ ലാസ്റ്റ് പേപ്പർ ഒരെണ്ണം കാണാൻ വന്ന ആള്, അതിന്റെ പുള്ളിക്ക് ഇങ്ങനത്തെ ചെയ്യാമെന്ന് വെച്ചപ്പോ ചെയ്യാലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരെണ്ണം പറഞ്ഞു ഓർഡർ ചെയ്തു. അതും കൂടി ചെയ്തില്ലേ? അപ്പൊ നമുക്ക് മറ്റുള്ളവർക്ക് എല്ലാ വർക്കുകളും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കാലടി മാണിക്യമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ മാണിക്യമംഗലത്ത് വരാനുള്ള അവസരം എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് ഉണ്ടാക്കി വൈറലായ നമ്മുടെ ചേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കാറുന്നു അടുത്ത് നമുക്ക് ഇതുപോലത്തെ ഒക്കെ പറ്റിയ ആൾക്കാർ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് നമ്മുടെ ഗോപി ചേട്ടനെ കുറിച്ച്. അപ്പോൾ ഗോപി ചേട്ടനെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഗോപി ചേട്ടൻ ഉണ്ടാക്കിയേക്കുന്ന ഒരു സംഭവം ലാസ്റ്റ് സപ്പർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉണ്ടാക്കി ആൾക്കാർ കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മളത് വേഗം വന്നതാണ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഗോപി ചേട്ടാ, നമുക്ക് ഈ സാധനങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി നമുക്ക് കൊടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും. ഒരുപാട് ആൾക്കാർ മരപ്പണിക്കായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളെ നിങ്ങളെ പരിചയപ്പെടുത്തി, അതുപോലെ തന്നെ ഗോപി ചേട്ടനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താണ്. കാരണം ഒരു വർക്ക് ചെയ്ത് തീർക്കണമെങ്കിൽ ഒരുപാട് നാളുകൾ പിടിക്കും. പക്ഷെ അപ്പോൾ അതിന് നമുക്ക് മാനസികമായിട്ട് പല പല ബുദ്ധിമുട്ടുകളുണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷെ എങ്കിലും ഇത് പൂർത്തീകരിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി, അതൊരു വലിയ സംഭവം തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ ഒരു പുതിയ വീടൊക്കെ പണിയണവർക്ക് ആവശ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ഒരു സാധനം നമുക്ക് വീടുകളിൽ ഒരെണ്ണം വയ്ക്കണമെന്നൊക്കെ, അതും ഒരു ഒറിജിനാലിറ്റി. കാരണം കൊത്തുപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാതെ നോക്കി ഓരോന്നിൻ്റെയൊക്കെ പ്രത്യേകതകൾ നിങ്ങൾക്ക് ആ കണ്ണൻ്റെയൊക്കെ ഇത് കാണുമ്പോൾ തന്നെ ഒരു ഒറിജിനാലിറ്റി കാണാൻ പറ്റും. അപ്പൊ ഗോപി ചേട്ടാ, നമുക്ക് ഗോപി ചേട്ടനായിട്ട് വന്ന് ബന്ധപ്പെടാൻ പറ്റിയ ഫോൺ നമ്പറോ എന്തെങ്കിലും പറയാൻ പറ്റും? 99 99 47 47 46 96 98. അപ്പൊ ഇതിൽ നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിയായിട്ട് ബന്ധപ്പെടാം. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും പുള്ളി ചെയ്തു വെച്ചേക്കണ വർക്കുകളൊക്കെ. പക്ഷെ നമുക്ക് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് വന്ന അല്ല, പക്ഷേ പുള്ളിനെ എങ്ങനെ കണ്ടപ്പോൾ നമുക്കൊന്ന് നിങ്ങളുടെ മുമ്പിലൊന്ന് പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചു. അപ്പൊ ചേട്ടനെയും കൂടി ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം. അതുകൂടാതെ നമ്മുടെ ഈ ചെറിയ അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. കുറേ നാളുകളായി നിങ്ങളുടെ മുമ്പിൽ എത്താൻ പറ്റിയിട്ടില്ല, കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ പോകാറുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, താങ്ക് യു.